ഹലോ, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ നല്ല ഹെൽത്തി ആയിട്ടുള്ള ഒരു സ്മൂത്തിയുടെ റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത്. ഇത് വെയിറ്റ് ലോസ് ആഗ്രഹിക്കുന്നവർക്കും അതുപോലെ ഹെൽത്തി ഡയറ്റൊക്കെ ഫോളോ ചെയ്യുന്നവർക്കൊക്കെ ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടും അതുപോലെ ഡിന്നറായിട്ടും എല്ലാം കഴിക്കാൻ പറ്റിയ വളരെ ടേസ്റ്റി ആയിട്ടുള്ള നല്ലൊരു സ്മൂത്തിയുടെ റെസിപ്പിയാണ് ഇന്ന് ഷെയർ ചെയ്യുന്നത്. ബേസിക്കായിട്ട് ഞാൻ ഇതിലേക്ക് റാഗി പൗഡറാണ് എടുക്കുന്നത്. റോസ്റ്റഡ് റാഗി പൗഡർ 2 ടേബിൾ സ്പൂൺ എടുത്തിട്ടുണ്ട്. അതിലേക്ക് നമുക്കൊരു 1/2 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഇനി അതിൽ കട്ടകളൊന്നുമില്ലാതെ നന്നായിട്ട് നമുക്കൊന്ന് മിക്സ് ചെയ്തെടുക്കാം. നന്നായിട്ടൊന്ന് ഇളക്കിയെടുത്ത ശേഷം ഇത് നമുക്ക് കുറുക്കിയെടുക്കണം. അതിനായിട്ട് ആദ്യം നമുക്ക് സോസ് പാനിലേക്ക് 2 ഗ്ലാസ് വെള്ളമാണ് ഒഴിച്ചു കൊടുക്കുന്നത്. 2 ഗ്ലാസ് വെള്ളം ഒഴിച്ചു കൊടുത്ത് 2 പേർക്ക് കഴിക്കാനുള്ള ഒരു അളവിലാണ് ഈ സ്മൂത്തി ഞാൻ തയ്യാറാക്കിയെടുക്കുന്നത് കേട്ടോ. ഇനി അതിലേക്ക് നമ്മൾ കലക്കി വെച്ചിട്ടുള്ള ആ റോസ്റ്റഡ് റാഗി പൗഡറിൻ്റെ മിക്സ് ഉണ്ടല്ലോ, അത് അതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി ഞാൻ അതിലേക്ക് ഒരു ചെറിയൊരു ക്യാരറ്റ്, 2 പേർക്കുള്ള സ്മൂത്തി അല്ലേ, അപ്പോൾ ഒരു ചെറിയൊരു ക്യാരറ്റ് ഗ്രേറ്റ് ചെയ്തിട്ടുണ്ട്. ഏകദേശം ഒരു 1/2 കപ്പോളം ഉണ്ടാവും കേട്ടോ. ക്യാരറ്റ് ഗ്രേറ്റ് ചെയ്ത ശേഷം അത് അതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നന്നായിട്ട് നമുക്കതൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി ഫ്ലെയിം ഓൺ ആക്കിയിട്ട് നമുക്ക് ഈ ഒരു ഡ്രിങ്ക് നമുക്കൊന്നൊന്ന് കുറുക്കിയെടുക്കണം. അപ്പോൾ റാഗി ഇട്ട് കൊടുത്തിട്ടുണ്ട്, അതുപോലെ തന്നെ ക്യാരറ്റും കൂടെ ചേർത്തിട്ടുണ്ട്. അപ്പോൾ ഈ റാഗി വെന്ത് കുറുകി വരുന്നതിനോടൊപ്പം ഈ ക്യാരറ്റും കൂടെ നന്നായിട്ടൊന്ന് വെന്ത് വരുന്നു. അതിന് വേണ്ടിയിട്ടാണ് ഇത് രണ്ടും കൂടെ ആദ്യം തന്നെ ഇതുപോലെ ഒന്ന് വേവിച്ചെടുക്കുന്നത്. അപ്പോൾ ഇത് ലോ ഫ്ലെയിമിലിട്ടിട്ട് വേണം റാഗി കുറുക്കിയെടുക്കാൻ, അല്ലെങ്കിൽ പെട്ടെന്ന് അടിയിൽ കട്ട പിടിച്ച് കളയും. അപ്പോൾ ഇതുപോലെ ഇളക്കി നമുക്ക് റാഗി ഒന്ന് കുറുക്കിയെടുക്കാം. ഇപ്പോൾ റാഗി നന്നായിട്ട് തിളച്ച് വെന്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്കത് തണുത്ത ശേഷം മിക്സിയുടെ ജാറിലേക്കാണ് ഞാനിവിടെ മാറ്റി കൊടുക്കുന്നത്. ഇനി മധുരത്തിനായിട്ട് ഞാൻ പഴുത്ത ഒരു മാങ്ങയാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇനി അതിലേക്ക് 1/2 ടീസ്പൂൺ ഈ ഏലക്കാപ്പൊടിയും അതുപോലെ ഒരു പാകത്തിന് ഒരു നുള്ള് മാത്രം ഉപ്പും കൂടെ ഇട്ട് കൊടുത്തിട്ട് ഇത് നന്നായിട്ട് നമുക്ക് മിക്സിയിൽ അരച്ചെടുത്ത് കൊണ്ടുവരാം. ആ മാങ്ങാ കഷ്ണങ്ങളെല്ലാം അതിൽ നന്നായിട്ടൊന്ന് അരഞ്ഞ് കിട്ടണം. എന്നാലേ ഒരു കുടിക്കുമ്പോൾ നല്ല ആ മധുരം അതിലേക്ക് നന്നായിട്ടൊന്ന് ബ്ലെൻഡായിട്ട് വരുള്ളൂ. നന്നായിട്ട് ഇതുപോലെ അടിച്ചെടുത്തിട്ടുണ്ട്. ഇപ്പോൾ ആ മാങ്ങാ കഷ്ണങ്ങളും കൂടെ ഇട്ട് കൊടുത്തപ്പോൾ കുറച്ച് കുറുക്കൊന്ന് കട്ടിയായി വന്നിട്ടുണ്ട്. ഇനി ചേർത്ത് കൊടുക്കുന്നത് ചൗവരിയാണ്. ചൗവരി കുറച്ച് നേരം കുതിർത്തിയ ശേഷം ഇത് വേവിച്ചെടുത്തിട്ടുണ്ട്. വേവിച്ചിട്ട് അതിൻ്റെ വെള്ളം ഊറ്റിക്കളഞ്ഞു. അതാണ് ഞാനിവിടെ ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ഇനി അതിൻ്റെ മുകളിലായിട്ട് ബദാം പൊടിച്ചത് ഇട്ട് കൊടുക്കുന്നുണ്ട്. വേറെ നട്ട്സ് എന്തൊക്കെയാണ് നിങ്ങളുടെ കയ്യിലുള്ളത് വെച്ചാൽ അതെല്ലാം ഇട്ട് കൊടുക്കാം. അപ്പോൾ ഇത്രയും ഇൻഗ്രീഡിയൻസ് മാത്രമേ നമുക്കിതൊരു ഈ ഹെൽത്തി സ്മൂത്തി തയ്യാറാക്കാൻ ആവശ്യമായിട്ടുള്ളൂ. ഇനി ഇത് സെർവ് ചെയ്യാനായിട്ട് നമുക്ക് ഗ്ലാസ്സിലേക്ക് ഇതുപോലെ ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ എൻ്റെ ഈ റെസിപ്പി ഇഷ്ടമായാൽ ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത്. പുതിയ ഫ്രണ്ട്സ് കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും സബ്സ്ക്രൈബ് ബട്ടൺ അമർത്തുമ്പോൾ ആ ഓൾ എന്ന ഓപ്ഷനും കൂടെ എനേബിൾ ചെയ്യാൻ മറന്നു പോകരുത്. അപ്പോൾ ഇതുപോലെ ഒരു സ്മൂത്തി ഉണ്ടാക്കി നിങ്ങൾ കഴിച്ചു നോക്കൂ. ഇതെല്ലാവർക്കും കഴിക്കാം. ബ്രേക്ക്ഫാസ്റ്റിനും അതുപോലെ ഇടനേരങ്ങളിലെല്ലാം കഴിച്ചാൽ വളരെ നമുക്ക് വയറ് ഫുള്ളായിട്ട് ഇരിക്കുന്നത് പോലെ നമുക്ക് തോന്നും. അപ്പോൾ ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റിലൂടെ എന്നെ അറിയിക്കാൻ മറന്നു പോകരുത്. മാത്രമല്ല നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും ഈ ഒരു വീഡിയോ ഒന്ന് അയച്ചു കൊടുക്കാനും മറന്നു പോകരുത്. അപ്പോൾ ഇതിഷ്ടമായി എന്ന് വിചാരിക്കുന്നു. പുതിയ വീഡിയോയുമായിട്ട് വരുന്നതായിരിക്കും. താങ്ക് യു ഫോർ വാച്ചിങ്.